ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മഴക്കാലമായതോടുകൂടി കേരളത്തിലെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മഴക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഡെങ്കു പടർന്നു പിടിക്കുന്നത് ദിനം പ്രതി കൂടി വരികയാണ്. ഓരോ ദിവസവും 500-600 കേസ് വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഡെങ്കു വരുന്നത് എങ്ങനെ തടയാം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മഴക്കാലത്ത് വെള്ളക്കെട്ടിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നതാണ് ഈ ഡെങ്കിപ്പനി വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ കാരണം. എന്നാൽ നമ്മളിൽ പലരും വിചാരിക്കുന്നത് പോലെ ഉറക്കത്തിൽ നമ്മളെ കടിക്കുന്ന കൊതുകല്ല ഡെങ്കിപ്പനി പടർത്തുന്നത്. നമ്മൾ രാവിലെയും വൈകിട്ടുമൊക്കെ മുറ്റത്തും നമ്മുടെ വീടുകളിലുമൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അതായത് നമ്മളിപ്പം കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മുറ്റത്ത് നമ്മളിപ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചെടികൾക്കിടയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ടൈമിൽ നമ്മളെ വന്ന് കടിച്ചിട്ട് പോകുന്ന കൊതുകുണ്ട്. അതായത് വളരെ സൈലൻ്റായിട്ട് നമുക്ക് വേദന പോലും എടുക്കില്ല, ചിലപ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ, ഒരു ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാകത്തുള്ളായിരിക്കും. ഈ ടൈമിൽ നമ്മളെ വന്ന് കടിച്ചിട്ട് പോകുന്ന നിരുപദ്രവകാരിയായിട്ടുള്ള കൊതുകുകളാണ് ഡെങ്കിപ്പനി പടർത്തുന്നത്. അതായത് വെളുത്ത നിറത്തിൽ പുള്ളിക്കുത്തുകളോടെ കാണപ്പെടുന്ന കറുത്ത കൊതുകുകൾ. കടിച്ചാൽ പോലും നമ്മൾ അറിയുകയില്ല, വേദനിപ്പിക്കാതെ അങ്ങ് വന്ന് കടിച്ചിട്ട് പോകും. ഇത്തരത്തിലുള്ള ഏഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഈ ഡെങ്കിപ്പനി പടർത്തുന്നത്. ഇവ കടിച്ചു കഴിഞ്ഞാൽ ഇവയുടെ ശരീരത്തിൽ ഡെങ്കു വൈറസ് ഉണ്ടെങ്കിൽ കടിച്ചു കഴിഞ്ഞ് 5 മുതൽ 7 ഡേ വരെ ഇൻക്യുബേഷൻ പീരീഡാണ്. അത് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. കുളിരോട് കൂടിയുള്ള പനി, തലവേദന, കണ്ണിൻ്റെ പുറകുവശത്ത് വേദന, ശരീരം ആസകലം വേദന, പ്രത്യേകിച്ച് ജോയിൻസിനും മസിൽസിനും നല്ല വേദന. ഇതിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് വിളിക്കാൻ കാരണം നമുക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത എല്ല് നുറുങ്ങുന്ന ശരീരവേദന ഈ പനിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ്. പനിയും കുളിരും ഛർദിലും ഒരു 3-4 ദിവസം വിട്ടുമാറാതെ നിൽക്കുന്നതാണ് ഈ ഡെങ്കിപ്പനിയുടെ പ്രത്യേകത. പനിയും കുളിരും അമിതമായ ക്ഷീണവും കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും നമുക്ക് പറ്റാറില്ല. പനിയുടെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറത്തേക്ക് ഒരല്പം ആശ്വാസം വരും. പിന്നീട് വീണ്ടും പഴയൊരവസ്ഥ തന്നെയാണ്. 4-5 ദിവസം കഴിയുമ്പോൾ ശരീരത്തിൽ റാഷസ് അല്ലെങ്കിൽ ഒരു ചുവപ്പ് നിറത്തിലുള്ള കളർ ചേഞ്ചസ് കാണാം. അതുമല്ലെങ്കിൽ കയ്യിലും കാലിലും ചെറിയ ചൊറിച്ചിലോട് കൂടിയ കുരുക്കൾ അല്ലെങ്കിൽ തിളിർത്ത് വരുന്നത് പോലെയും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഡെങ്കുവിന് സാധാരണയായി കണ്ടുവരുന്നത്. 4 തരത്തിലുള്ള ഡെങ്കു വൈറസ് അതിൻ്റെ വേരിയൻ്റാണ് കാണുന്നതെങ്കിൽ 1, 2, 3 വൈറസുകളാണ് സാധാരണഗതിയിൽ ഉള്ളത്. ഒരു തവണ ഡെങ്കു വൈറസ് ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ആ ടിപ്പിക്കൽ സ്ട്രാൻഡിനെതിരെയുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുകയും എന്നാൽ രണ്ടാമത് മറ്റൊരു ഡെങ്കു വൈറസ് കയറുമ്പോൾ അതിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷി ലഭിക്കാതെ വരികയും ഇവ വീണ്ടും നമ്മളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡെങ്കിപ്പനി ഒരു തവണ വന്നവർക്ക് വീണ്ടും വന്നാൽ ഗുരുതരമാകുന്നത്. കാരണം രണ്ടാമത് വരുന്ന സമയത്ത് ഇത് നമ്മുടെ രക്തകോശങ്ങളെ ബാധിക്കുകയും പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്നു. രണ്ടാമത് വരുമ്പോൾ ഗുരുതരമാകും, സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. എപ്പോഴും ഒരു ഡെങ്കു വൈറസ് ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ, അതായത് രക്തത്തിൻ്റെ അളവ് കുറയുന്നു, പ്ലേറ്റ്ലെറ്റ്സ് വല്ലാതെ കുറയുന്നു, തലകറക്കം, കണ്ണിൽ ഇരുട്ട് കയറുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, നമുക്ക് പിന്നെ ഓക്കാനും ഛർദി, വയറിളക്കം പോലുള്ള ലക്ഷണങ്ങൾ 4-5 ഡേയ്സ് കഴിയുമ്പോഴാണ് കണ്ടുവരുന്നത്. ഈ ടൈമിലാണ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും ഫ്ലൂയിഡ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുന്നതും. സാധാരണഗതിയിൽ ഒരു പനി വരുന്നത് തുടക്കത്തിലെ ഡെങ്കു ആണെന്ന് തിരിച്ചറിയുന്നത് പനി, കുളിര് അല്ലെങ്കിൽ ഛർദിൽ, പിന്നീട് കണ്ണിന് പുറത്തേക്ക് പ്രസ് ചെയ്യുമ്പോഴുള്ള വേദന, ഇതൊക്കെ തുടക്കത്തിലുള്ള ഡെങ്കുവിൻ്റെ ലക്ഷണങ്ങളാണ്. തുടക്കത്തിലെ രക്തപരിശോധന ചെയ്തു കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനിക്കാണെങ്കിൽ WBC കൗണ്ട്, ടോട്ടൽ നമുക്ക് വെളുത്ത രക്താണു കോശങ്ങളുടെ അളവ് കൂടി വരുന്നത് കാണാം. എന്നാൽ ഡെങ്കു പനിക്ക് WBCയുടെ അളവ് ഒരു പരിധിയിൽ കുറഞ്ഞിരിക്കും. അതായത് 2000-3000 ആ ഒരു റേഞ്ചിലായിരിക്കും WBC കൗണ്ട് കുറയുന്നത്. അതുപോലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവും 1.5 ലക്ഷത്തിലേക്കൊക്കെ കുറയുന്നത് കാണാം. നമുക്ക് ഡെങ്കു വൈറസ് ആണോ എന്നറിയാനുള്ള ആൻറ്റിജൻ ടെസ്റ്റും ഡെങ്കു NS1-AG എന്ന ടെസ്റ്റും തുടക്കത്തിൽ, അതായത് ആദ്യത്തെ 2-3 ദിവസത്തിൻ്റെ തുടക്കത്തിൽ പോസിറ്റീവായി എന്ന് വരാം. എന്നാൽ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും രക്തപരിശോധന നടത്തുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞ് 40,000-50,000 ആ ഒരു ലെവലിലേക്ക് താണു വരുന്നത് തിരിച്ചറിയുന്നത്. ഇതോടൊപ്പം ബോഡിയിലെ ഫ്ലൂയിഡ് ലെവൽ, ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരാണെങ്കിൽ ബോഡിയിലെ ഫ്ലൂയിഡ് ലെവലും
ക്രമാതീതമായി കുറയുന്നു. ഇതുകൊണ്ട് സംഭവിക്കുന്നത് ഓക്കാനം, തലകറക്കം, അബോധാവസ്ഥയിലേക്ക് പോവുക, നിർജ്ജലീകരണം ഡെങ്കു പനിക്ക് കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നീട് ശരീരത്തിലുള്ള ലവണങ്ങൾ, സോഡിയം പൊട്ടാസ്യം ലെവലിൽ വ്യത്യാസം വരികയും പിന്നീട് രോഗിക്ക് ട്രിപ്പ് ഇട്ടാലേ നേരെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. സാധാരണ ഈ ഡെങ്കു വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുകയില്ല. കൊതുകിലൂടെ മാത്രമാണ് ഈ ഒരു ഡെങ്കു വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത്. സാധാരണ ഈ ഡെങ്കു ബാധിച്ച ഒരാൾ, ഈ പനി വന്ന ഒരാൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിലോ ഉണ്ടെങ്കിൽ അവരെ വീണ്ടും ഈ കൊതുക് പോയി കടിച്ചിട്ട് നമ്മുടെ ചുറ്റളവിലേക്ക് ഈ രോഗം എത്താതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം ഒരു 200 മീറ്റർ ചുറ്റളവിൽ ഈ കൊതുകിന് ഈ രോഗം പടർത്താനുള്ള ശേഷിയുണ്ട്. ഈ ഒരു ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുമുള്ള വിശ്രമമാണ് വേണ്ടത്. സാധാരണഗതിയിൽ കണ്ടുവരുന്നത് ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പോലും അറിയില്ല, മെഡിക്കൽ സ്റ്റോറിൽ പോയി 2 ദിവസം മരുന്ന് മേടിച്ച് കഴിച്ച്, ഇപ്പോൾ ബോഡി പെയിൻ ആണെങ്കിൽ ആ വേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അങ്ങനെ പോകുന്നതാണ് കണ്ടുവരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തിനും നമ്മൾ ആ ഒരു പനി പടർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഡെങ്കു പനി മൂലമുണ്ടാകുന്ന ദേഹം വേദന, അതായത് നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ, ആ ബോഡി പെയിൻ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെയിൻ കില്ലർ വാങ്ങി കഴിക്കരുത്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ്, പിന്നെ കരൾ രോഗം ഉണ്ടാകുന്നതിലും ബ്ലീഡിംഗ് ഉണ്ടായി മരണം വരെ സംഭവിക്കാം. പ്ലേറ്റ്ലെറ്റ് ഒരു പരിധിയിൽ കൂടുതൽ, അതായത് 20,000 താഴേക്ക് കുറഞ്ഞു വരുമ്പോൾ രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടായി മരണം സംഭവിക്കാം. കണ്ണിനുള്ളിൽ വെളുത്ത ഭാഗത്ത് ചെറിയ സ്പോട്ടുകൾ കണ്ടെന്ന് വരാം. മോണയിൽ നിന്നും ബ്ലീഡിങ്ങും കാണാം. ശരീരത്ത് പല ഭാഗത്തും ചെറിയ സ്പോട്ടുകൾ, ചുവന്ന സ്പോട്ടുകൾ, മൂത്രത്തിലും മലത്തിലും ബ്ലഡിൻ്റെ സാന്നിധ്യവും കാണാം. ഇങ്ങനെ ശരീരത്തിൽ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ലക്ഷണങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. തലകറക്കം, ബോധക്ഷയം, ഫിറ്റ്സ് എന്നിവയിലേക്കും പോയെന്ന് വരാം. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസുകളാണ് ഡെങ്കുവിനെ മാരകമാക്കുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അതായത് മഴക്കാലമായതുകൊണ്ട് വെള്ളം ചിരട്ടകളിലും മറ്റുമൊക്കെ തങ്ങി നിന്ന് കൊതുക് മുട്ടയിട്ട് പെരുകും. അതുകൊണ്ട് കൊതുക് നശീകരണം കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഡെങ്കിപ്പനിയുടെ പ്രതിരോധ മരുന്നുകൾ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാങ്ങി കഴിക്കുവാനും ശ്രദ്ധിക്കണം. അതുപോലെ പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മരുന്നുകളും ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അതും കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഡെങ്കിപ്പനി ബാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വിശ്രമിക്കുക. അതുപോലെ തന്നെ എണ്ണ ചേർക്കാത്ത ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. കഞ്ഞി, പയറ്, മുട്ട, അതുപോലെ കറി വെച്ച മീനുകൾ, അതുപോലെ എളുപ്പം ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. മധുരത്തിൻ്റെ അളവ് കുറയ്ക്കുക. പഞ്ചസാര, കരിപ്പെട്ടി, തേൻ എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ കുറയ്ക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒന്നുകിൽ ഉപ്പിട്ട വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കാൻ മാക്സിമം ശ്രമിക്കണം. കരിക്കും വെള്ളം കുടിക്കാം, മാക്സിമം കരിക്കും വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ കിട്ടാവുന്ന പഴവർഗ്ഗങ്ങളെല്ലാം തന്നെ കഴിക്കുക. ഈ ഒരു രീതിയിൽ ഒരാഴ്ച പൂർണ്ണ വിശ്രമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും മൂളിപ്പറന്ന് നടക്കുന്ന അപകടകാരിയായ കൊതുകിനെ തുരത്തുക. അതുപോലെ വീടും പരിസരവും എല്ലാം നന്നായിട്ട് പുകയ്ക്കുക, കൊതുകുകളെ എല്ലാം തുരത്തുക, വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം മാക്സിമം ഒഴിവാക്കുക. അങ്ങനെ നമുക്കൊരു പരിധി വരെ ഡെങ്കുവിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ ഈ മഴക്കാല സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഡെങ്കിപ്പനി. വളരെ പെട്ടെന്ന് തന്നെ പടരുകയും ചെയ്യും. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.